ഹലോ, നമുക്ക് ഹണി റോസിനെ കാണാൻ വേണ്ടി പോയാലോ? ഹണി റോസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ജോബി ചേട്ടനും അജ്മലും സോബിൻ ചേട്ടനും ഒക്കെ മുൻപേ ഹാജരായിരുന്നു. പിന്നെ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളുടെ കൂപ്പണൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടോ. രാജകുമാരി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ പരിപാടി. ഞങ്ങൾ എത്തിയിരുന്നത് വിനീത് ചേച്ചിയുടെ പുതിയ സംരംഭമായിട്ടുള്ള ഹണീസ് അക്കാദമി ഓഫ് ആർട്ടിസ്ട്രിയുടെ ഇനാഗുറേഷനും ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നു കേട്ടോ. ചടങ്ങിൻ്റെ മുഖ്യ അതിഥി വേറെ ആരുമല്ലായിരുന്നു, ഹണി റോസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അവരെ കാണാനായിട്ട്. പിന്നെ ഹണി റോസിൻ്റെ പേരിൽ തുടങ്ങിയുള്ള സ്ഥാപനം ആയതുകൊണ്ട് അത് ഹണി റോസ് പറയുകയും ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് ഹണി റോസിനെക്കാട്ടിലും ഉപരി വിനീത് ചേച്ചിയുടെ ആ സന്തോഷവും അതായിരുന്നു കേട്ടോ. കാരണം 10 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംരംഭം ഇവിടെ സ്റ്റാർട്ടായത്. അതിന് അവരുടെ കൂടെ ഒപ്പം നിന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് കുട്ടിച്ചേട്ടനായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഹണി റോസിൻ്റെ ബോഡി ഗാർഡ്സ്. പിന്നെ ആ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്കുള്ള ട്രോഫിയും പിന്നെ അവരോടൊപ്പം തന്നെ ഒരു റാമ്പ് വാക്ക് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഹണി റോസ് പോയത് കേട്ടോ. പിന്നെ നമ്മുടെ ഇടുക്കി വ്ളോഗേഴ്സിലെ തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള മേബിള, ഗീത ചേച്ചി, അതുപോലെ അമ്മു, വിനീഷ, അവരൊക്കെ ഇതിൽ ബ്രൈഡ്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിനീത ചേച്ചിനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഗീത ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ ഒരു സ്നാക്സ് ഉണ്ടായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.